friends, ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് വന്നത്. അതായത് ഏകദേശം ഒരു മാസമായിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാലില്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ചാനലിൽ തന്നെ ആദ്യം നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് അല്ലേ ചെയ്തിരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ കുക്കിംഗ് വീഡിയോസിലോട്ടൊക്കെ പോയത്. അപ്പോൾ വീട്ടിൽ ഞാൻ അത്യാവശ്യം കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇല്ലേ, ഈ ഓണമായിട്ട് കുറച്ചധികം തയ്ക്കാനൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. നമ്മുടെ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും ഞാൻ ഈ തയ്ക്കാനൊന്നും എടുക്കണുണ്ടായിരുന്നില്ല. കാരണം അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ മോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ആ മണിക്കൂറും സബ്സ്ക്രൈബേഴ്സൊക്കെ കറക്റ്റായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്കത് നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വീട്ടിൽ തയ്യലൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു 8 മാസത്തോളമായിട്ട് ഞാൻ സ്റ്റിച്ചിങ് ഒന്നും അങ്ങനെ എടുക്കലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഓണമായിട്ട് എൻ്റെ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് തയ്ക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അതാണ് ശരി, നമുക്ക് തയ്ച്ചേക്കാം. പക്ഷേ എനിക്ക് തയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ടൊക്കെ തയ്ച്ച് അത് അവരിട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഓണമായിട്ട് തയ്യലൊക്കെ എടുത്ത്, അപ്പോൾ ഇനിയും കണ്ടിന്യൂ ആയിട്ട് അങ്ങോട്ട് തയ്യലൊക്കെ എടുത്ത് പോകാൻ തന്നെയാണ് കേട്ടോ തീരുമാനം. അപ്പോൾ നേരത്തെ പോലെ ഡെയിലി വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 2 വീഡിയോകളും ഇടാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. കാരണം എൻ്റെ നിങ്ങൾ എന്നെ വിശ്വസിച്ചല്ലേ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങളത് സന്തോഷിപ്പിക്കട്ടെ അല്ലേ. അപ്പോൾ ഈ കൂട്ടത്തിൽ എനിക്കും അത് ഹാപ്പി എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അതൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നമുക്കും സന്തോഷം. നമ്മൾ കണ്ടിട്ട് എല്ലാവരും നല്ലതാണ് അല്ലെങ്കിൽ ഇത്തിരിയൊക്കെ ശരിയാവാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്നില്ലേ, ഒരു ബനാന ഗീ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം, പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചായക്ക് കഴിക്കാൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. നമ്മുടെ കുട്ടികളെയൊക്കെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കില്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ബനാന ഗീ ഫ്രൈ ഉണ്ടാക്കുന്ന ഉണ്ണിക്കുട്ടന് ആണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് അയാൾക്ക് ചിരി വന്നിട്ട് പോയാൽ, അപ്പോൾ ഇപ്പോൾ ക്യാമറ ഒന്ന് ഷേക്ക് ആയിട്ടുണ്ടാവും, അയാൾക്ക് ചിരി വന്നു കേട്ടോ ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ട്. എന്നോട് നമ്മൾ കുറേ സംസാരിക്കല്ലേ, പെട്ടെന്ന് പറഞ്ഞ് നിർത്താൻ നമ്മൾ കുറേ സംസാരിച്ചു പോണെന്ന് അയാൾ ആക്ഷൻ കാണിക്കണം അവിടെ. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് ഇനി സമയമൊന്നും കളയണ്ട, വേഗം തന്നെ നമ്മുടെ ബനാന ഗീ ഫ്രൈ അല്ലേ, ബനാന ഗീ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണാം. ബനാന ഗീ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും നല്ല പഴുത്ത പഴം കൊണ്ടാണ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മുടെ ഈ നല്ല പഴുത്ത് നമ്മുടെ ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയെല്ലാം നല്ല കറുത്തിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളൊന്നും കഴിക്കാറില്ലല്ലോ. പക്ഷെ അങ്ങനത്തെ പഴം കൊണ്ടാണ് നമ്മൾ ഈ ബനാന ഗീ ഫ്രൈ ഉണ്ടാക്കുകയാണെങ്കിലേ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പഴം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഏത് ഷേപ്പിൽ കട്ട് ചെയ്താലും ഇതുപോലെ ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നെയ്യ് ഒന്ന് ഉരുകി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു പാനിൽ നെയ്യ് ഒഴിച്ചപ്പോഴത്തേനുമല്ലേ, ഈ പാനിൻ്റെ സെൻറ്ററിൽ കുറച്ച് പൊങ്ങി വന്നത് കൊണ്ടിട്ട് ഈ നെയ്യെല്ലാം ഇത് കണ്ടോ ഉരുകി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ബനാന ഫ്രൈ ചെയ്തെടുക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ ഈ നെയ്യ് വേറൊരു പാനിലേക്ക് മാറ്റി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പരന്ന പാത്രത്തിൽ തന്നെ നെയ്യ് ഒഴിക്കാൻ ശ്രദ്ധിക്കണേ. നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ ബനാനയും ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്ക് തീ കുറച്ച് കൂട്ടി വെക്കാം. അപ്പോൾ മൊത്തം ബനാന ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബനാന കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് സമയം ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിതുപോലെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് പോലും ഞാനിതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഇത് കണ്ടോ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഫ്ലേവറിനായിട്ട് നമുക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ സ്മെല്ല് വന്നിട്ട് ഇവിടെ വന്നിട്ടോ, നല്ല സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ ഇതിന് പറഞ്ഞത്. അപ്പോൾ സ്വല്പം പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നല്ല മധുരമുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല.
പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബനാന ഗീ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ, ചായ തൊട്ട് അടുത്ത അടുപ്പിലിരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.